ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ ആരോപണങ്ങളിൽ പരാമർശവിധേയരായ മന്ത്രിയുടെയും MLA-യുടെയും രാജി ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ നഗരത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കാൽടെക്സ് ഗാന്ധി സർക്കിളിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ അധ്യക്ഷയായി. പുരുഷന്മാർ എങ്ങനെ ജീവിക്കുന്നു ആ രീതിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. 50% സംവരണമുള്ള ഒരു സംസ്ഥാനം ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ സാംസ്കാരിക മന്ത്രി, സംസ്കാരം തൊട്ട് തീണ്ടാത്ത സംസ്കാര മന്ത്രി, ആ മന്ത്രി എന്നാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായ റിപ്പോർട്ടിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് അതിനകത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ട് കൊടുത്തിട്ട് 2.5 വർഷമായി. നിങ്ങൾ മനസ്സിലാക്കണം, ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് 2.5 വർഷമെടുത്തു. കോടിക്കണക്കിന് രൂപ ചെലവുള്ള ഒരു റിപ്പോർട്ടാണത്. പൈസയല്ല, പണമല്ല ഇവിടെ വിഷയം. അതിലും മാരകമായ സംഭവങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ ഫീൽഡിൽ നടക്കുന്നുള്ളത് എന്ന് മനസ്സിലാക്കണം. ആരാണ് ഹേമ? ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയാണ്. അവരെല്ലാവരുമായി നേരിട്ട് ബന്ധപ്പെട്ട് 2.5 വർഷമെടുത്ത് സുതാര്യമായി നടത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ച് 2.5 വർഷം അതിന്റെ മുകളിൽ കയറി അതാരും എടുത്തോണ്ട് പോകാതിരിക്കാൻ അടയിരുന്നവനാണ് കേരളത്തിലെ സംസ്കാരമില്ലാത്ത സംസ്കാര മന്ത്രി. ആരോപണ വിധേയരായ മന്ത്രി ഗണേഷ് കുമാർ, മുകേഷ് MLA എന്നിവർ രാജിവെക്കുക, തൊഴിലിടങ്ങളിൽ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക, 4.5 വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സർക്കാർ നടപടിക്കെതിരെയുമായിരുന്നു മഹിളകളുടെ പ്രതിഷേധം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രാമാനന്ദ്, ഉഷാകുമാരി, EP ശ്യാമള, TC പ്രിയ, A ഷർമിള, അത്തായി പത്മിനി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.